വെൽക്കം ടു പ്രോഗ്രസ് ട്രേഡിംഗ് ചാനൽ. പ്രോഗ്രസ് ട്രേഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മൾ ബാക്ക് ടു ബാക്കായിട്ട് നമ്മൾ വീഡിയോകൾ ഇറക്കുകയാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈനറി ക്ലാസ് നമ്മൾ യൂട്യൂബ് വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഞാനവിടേക്ക് ട്രേഡ് എടുത്തായിരുന്നു. അത് റെക്കോർഡിങ്ങിന് മുമ്പായിട്ട് എടുത്ത ട്രേഡായിരുന്നു, അതുകൊണ്ടാണ് വിന്നായി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ട്രേഡിങ് പഠിക്കാവുന്ന രീതിയിൽ, എന്താ പറയുക, സ്യൂട്ടബിളായിട്ടുള്ള രീതിയിൽ നമ്മൾ യൂട്യൂബ് വഴി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ ട്രേഡിംഗ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു. അതായത് കോഴ്സ് മീൻസ്, അതായത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം, ബൈനറിയിലെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളെ പഠിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണിത്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. പക്ഷേ ഞാൻ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എൻ്റെ ചാനൽ നല്ല രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്താ പറയുക, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങൾ കരുതും എൻ്റെ ഈ ചാനലിന് വേണ്ടിയിട്ടായിരിക്കും ഞാനിങ്ങനെ പറയുന്നത്. ഒരിക്കലുമല്ല സംഭവം. കാരണം ആരും ഒന്നും ഫ്രീ ആയിട്ട് ചെയ്യത്തില്ലല്ലോ. അപ്പം ആ ഫ്രീ ആയിട്ട് ചെയ്യുന്നതിൻ്റെ, അതുമല്ല, ഒരു സാധനം ഫ്രീ ആയിട്ട് ചെയ്യുന്നതിന് വാല്യൂ ഇല്ല. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് അത്യാവശ്യം നമുക്ക് കുറച്ച് കോഴ്സ് പഠിക്കാനായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അവരൊക്കെ നമ്മൾ പെയ്ഡ് കോഴ്സിൽ കൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പെയ്ഡ് കോഴ്സും, എന്താ പറയുക, അൺപെയ്ഡ് കോഴ്സും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കുറച്ച് വ്യത്യാസം ഉള്ള കാര്യം ട്രാൻസ്പെറൻ്റായിട്ട് പറയാമെന്നുള്ളതാണ് എൻ്റെ കാര്യം. ഓക്കെ, അപ്പം നമ്മളതിനകത്ത് കള്ളത്തരവും കപടങ്ങളും നമുക്കൊന്നുമില്ല. സത്യസന്ധമായ കാര്യങ്ങൾ പറയുക, സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുക, അതാണ് ഏറ്റവും വലുത്. ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഒരു ചെറിയൊരു, എന്താ പറയുക, ഒരു തരികടയുള്ളവർക്കേ ബൈനറി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് കുരുട്ടുബുദ്ധിയുള്ളവർക്കേ ബൈനറി പഠിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ബൈനറി എന്ന് വെച്ചാൽ കുരുട്ടുബുദ്ധിയാണ്. അതായത് നമ്മുടെ ഫോറക്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറഞ്ഞു വന്നേ, നമ്മൾ ബൈനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശകലം കുരുട്ട് ബുദ്ധിയുള്ളവർക്കേ പറ്റൂ. അപ്പം ആ ഒരു കാരണത്താൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് ട്രേഡിങ് പഠിക്കാം. പക്ഷേ ഞാൻ തിരിച്ച് നിങ്ങളോട് ഞാൻ കാണിക്കുന്നത് എന്താണോ അതിന് തിരിച്ച് നിങ്ങൾ എന്നോടൊരു, എന്താ പറയുക, നിങ്ങളെ ഞാൻ ട്രേഡിങ് പഠിപ്പിക്കുന്നത്. അതായത് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഞാൻ ഇനിയിപ്പം അടുത്ത കോഴ്സ് അതായത് ഇപ്പം 2 ദിവസം കഴിയുമ്പോഴത്തേക്കും പുതിയ വീഡിയോ നമ്മൾ ഇറങ്ങുന്നതായിരിക്കും, പുതിയ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ട്രേഡിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3, അങ്ങനെ നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് നമ്മൾ ട്രേഡിങ്ങിൻ്റെ ബേസിക് മുതൽ അഡ്വാൻസ് ലെവൽ വരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനൽ, അതായത് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്ക്, എന്താ പറയുക, കമൻ്റ് അടിക്കുക, ലൈക്ക് ഇടുക. അതായത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിരുന്ന, അതായത് എൻ്റെ ഇപ്പോഴത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു, നമുക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ 100 കമൻറ്റ്, 200 ലൈക്ക്, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഈ ടാർഗറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇറക്കിയിരിക്കും. പുതിയ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ചാപ്റ്റർ 1ൻ്റെ വീഡിയോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ചാപ്റ്റർ 1ൻ്റെ പ്രൊവൈഡ് ചെയ്തിട്ട് ആ ചാപ്റ്റർ 1ൻ്റെ നിങ്ങളുടെ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ചാപ്റ്റർ 2ൻ്റെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതും മലയാളത്തിൽ, നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ഭാഷയായ മലയാളത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളൊരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ എല്ലാവർക്കും. നമുക്ക് ആ ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ട്രേഡ് നമ്മൾ വിന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ പാല വിട്ടാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉപകാരം വേണമെന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ കോഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ എന്നോട് സഹകരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സഹകരിക്കും. അതാണ്, എന്താ പറയുക, ഒരു ബൈ ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സംഭവം. അതെ, അപ്പം അതാണിപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ, ഇപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാക്കി എല്ലാവരെയും ആ ഒരു നല്ല വഴിക്ക്, അല്ലെങ്കിൽ ഒരു നേർ വഴിക്ക് എല്ലാവരെയും
കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു കടമ. അതായത് കടമയെന്ന് മാത്രമല്ല, ബൈനറിക്കകത്ത് നമുക്ക് ഒത്തിരി പണം നഷ്ടപ്പെട്ട എല്ലാവർക്കും ഒത്തിരി പേരുടെ കണ്ണുനീരുണ്ട് ബൈനറിക്കകത്ത്. അതായത് ഒത്തിരി പേരുടെ നഷ്ടങ്ങളുടെ ഒരു കണക്ക് പുസ്തകം തന്നെ ഉണ്ട് ബൈനറിക്കകത്ത്. അപ്പോൾ ആ ബൈനറി നഷ്ടപ്പെട്ട ആൾക്കാരുടെ പണം ആ ബൈനറി വഴി തിരിച്ചെടുക്കാനുള്ള ഒരു മാർഗം കൂടെയാണ്. ട്രേഡ് 3 എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ, അതായത് റൂൾസ് ഉണ്ട് ഒത്തിരി. ബൈനറിക്കകത്ത് കണ്ടമാനം റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം. പക്ഷേ അത് ആരും പുറത്ത് പറഞ്ഞു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഒത്തിരി ട്രേഡിംഗ് ചാനലുകൾ ഉണ്ടല്ലോ, മലയാളത്തിലുണ്ട്, അന്യഭാഷകളിലും എല്ലാ ഭാഷകളിലും നമ്മുടെ ഈ ട്രേഡിംഗ് ചാനലുണ്ട്. പക്ഷേ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊന്നും ഈ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തരത്തില്ല. പറഞ്ഞു തരത്തിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറഞ്ഞു തന്നാൽ അവർ താന്നു പോവോ, അല്ലെങ്കിൽ അവർ ചെറുതായി പോകുമോ എന്നുള്ളൊരു അവരുടെ ഒരു മിഥ്യാധാരണയുണ്ട്. ആ മിഥ്യാധാരണ അവർക്കത് അവരുടെ മിഥ്യാധാരണയാണ്. പക്ഷേ അറിവ് നമ്മൾ പകരും തോറും നമ്മുടെ അറിവ് കൂടുക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലായോ? അതായത് നമ്മളൊരു കാര്യം ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ട്രേഡ് വിന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരറിവ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ആ അറിവ് എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അറിവ് വീണ്ടും കൂടത്തേ ഉള്ളൂ. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. ഇപ്പം ഞാൻ സംസാരിക്കും തോറും എനിക്ക് എൻ്റെ സംസാരത്തിൻ്റെ ഉച്ചാരണശേഷി എനിക്ക് മാറിക്കൊണ്ടിരിക്കും. അതായത് എൻ്റെ കുറച്ച് ഫ്ലുവൻ്റ് ആയിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പഠിപ്പിക്കും തോറും നമുക്ക് നമ്മുടെ അറിവ് കൂടത്തേ ഉള്ളൂ. അപ്പം എൻ്റെ അറിവ് കൂടാൻ വേണ്ടിയിട്ടും കൂടാണെന്ന് ഞാൻ വേണമെങ്കിൽ കരുതാം നമുക്ക്. അപ്പം നിങ്ങളുടെ എല്ലാം ഞാൻ സഹകരണം പ്രതീക്ഷിക്കുന്നു. അതായത് എൻ്റെ ടാർഗറ്റ് അറിയാമല്ലോ. എൻ്റെ ടാർഗറ്റ് എന്ന് വെച്ചാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എനിക്ക് ഷെയർ വേണം, ലൈക്ക് വേണം, കമൻറ്റ് വേണം. ഇത്രയും സാധനം വേണം. അതായത് 200 ലൈക്ക്, 100 കമൻറ്റ്, ഇത്രയും സാധനം എനിക്ക് കയറി കഴിഞ്ഞാൽ അടുത്ത കോഴ്സ് ചാപ്റ്റർ 1 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതും നമ്മൾ ചുമ്മാതുള്ള ടൈം പാസിന് വേണ്ടി ചെയ്യുന്നതെന്നല്ല, കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, ബൈനറി വേണ്ട കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ബൈനറിക്കകത്ത് വേണ്ട കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ പഠിക്കുക. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, കാരണം എത്ര നാൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും? എത്ര നാൾ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും? ഒരിക്കലും നടക്കത്തില്ല. ഒരാളും നമുക്ക് ശാശ്വതമല്ല. നമ്മുടെ സ്വന്തം കൈ എപ്പോഴും നമ്മുടെ തലയുടെ കീഴിലില്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കൈ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കൈ വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്തുവാ? നമ്മൾ പഠിക്കുക. നമ്മൾ പഠിച്ചിട്ട് നമ്മൾ എന്തുമാത്രം നമ്മൾ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാലും നമുക്കതുകൊണ്ട് ഗുണമുണ്ടാകത്തുള്ളൂ. ഞാൻ എല്ലായിടത്തും പറയുന്നത്, എല്ലാവരും ഷോർട്ട് കട്ടിൽ കൂടെ പണം ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. ഇപ്പോൾ തന്നെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഷോർട്ട് കട്ടിൽ കൂടെ പണം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നതാണ്. ഓരോരോ ഇൻഡിക്കേറ്ററുകളും മറ്റും പൈസയ്ക്ക് എടുക്കുക, ബോട്ടുകൾ പൈസയ്ക്ക് എടുക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു ഇൻഡിക്കേറ്റർ ഇപ്പോൾ അത് പിന്നെ ആ ട്രേഡ് ഇതായി സംഭവം. അടുത്ത ഞാൻ മാർട്ടിങ് കളിക്കട്ടെ. ഡൗൺ ട്രെൻഡാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻഡിക്കേറ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഇൻഡിക്കേറ്റർ ഇപ്പോൾ മാർക്കറ്റിൽ പബ്ലിസിറ്റി ആയിക്കഴിഞ്ഞാൽ ആ ഇൻഡിക്കേറ്ററിൻ്റെ ഇപ്പോൾ ഒരു ആൽഗരിതം ഉണ്ട്. ആ ആൽഗരിതം കമ്പനിക്ക് എങ്ങനെയാലും കമ്പനി അത് ഫോളോ ചെയ്യും. കമ്പനി ഫോളോ ചെയ്ത് അവരപ്പം തന്നെ ആൽഗരിതം ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഇൻഡിക്കേറ്ററിൻ്റെ പണി കഴിഞ്ഞ്. അതുപോലെ ഒരു ബോട്ടിൻ്റെ പണിയായാലും ആ ബോട്ടിൻ്റെ കാര്യം അതുപോലെ തന്നെ. അപ്പം പല സുഹൃത്തുക്കളും എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ഇൻഡിക്കേറ്റർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, ആ ഇൻഡിക്കേറ്റർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കും ഒരു കാര്യം. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ലേണിംഗ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നതിൻ്റെ അത്രയും സുഖം നമുക്ക് ഒന്നിലും കിട്ടത്തില്ല. അത്രയും നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു കോൺഫിഡൻറ്റ് ഒന്നിലും കിട്ടത്തില്ല. നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യും. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്രയും ഗുണമാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ സമയം കളഞ്ഞ് ഇൻഡിക്കേറ്റർ നിങ്ങൾ കാശ് കൊടുത്ത് മേടിക്കാനും മറ്റുള്ള രീതിയിൽ നിങ്ങൾ പൈസ നിക്ഷേപിക്കാനും നിങ്ങൾ ആ ടൈം കളയുന്ന സമയത്ത് നിങ്ങൾ ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് ട്രേഡ് ചെയ്ത് പഠിച്ചു നോക്കിയേ. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. നിങ്ങൾക്ക് ആ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിന് ഗുണം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ആ ട്രേഡ് വിന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാകത്തുള്ളൂ. പ്രാക്ടീസ് ഇല്ലാതെ ഒന്നും നേടാൻ പറ്റത്തില്ല. കഷ്ടപ്പെടാതെ ഒന്നും നേടാൻ പറ്റത്തില്ല. കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കഷ്ടപ്പെട്ട് ലാസ്റ്റ് നമുക്ക് അതിനുള്ളൊരു പ്രതിഫലം കിട്ടും. ആ പ്രതിഫലമായിരിക്കും നിങ്ങളുടെ വിജയലക്ഷ്യം. നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ കുടുംബത്തിനെയൊക്കെ നോക്കണ്ടേ? നിങ്ങളുടെ കുടുംബത്തിനെ നോക്കിക്കഴിഞ്ഞാലേ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടത്തുള്ളൂ. അപ്പം നിങ്ങൾ കണ്ടമാനം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. പണം കളയാതെ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് മീൻസ് പ്രാക്ടീസ് ചെയ്യുക.
നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്ത് നല്ല അതിൽ നിന്ന് 10 പൈസ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗം നോക്കുക. ഓക്കെ, ആ വരുമാനത്തിൽ കൂടെ അല്ല ഷോർട്ട് കട്ടിൽ കൂടെ ഒന്നും ട്രേഡിങ് ചെയ്തിട്ട് ഇൻഡിക്കേറ്ററും മറ്റും സാധനത്തിനൊക്കെ വേണ്ടിയിട്ട് ചുമ്മാ ഒന്നും പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മുടെ ട്രേഡിങ് ചാനലിൽ കൂടെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എല്ലാവരും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഡെയിലി ഞാൻ സിഗ്നൽ കൊടുക്കുന്നതായിരിക്കും. ഇപ്പം മെമ്പേഴ്സ് കുറവാണ്. മെമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ച് ഞാൻ സിഗ്നലുകൾ കൂട്ടിക്കൊണ്ടിരിക്കും. ഒത്തിരി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലും നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഒത്തിരി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇറക്കും. ഒത്തിരി കാര്യങ്ങൾ ഞാൻ പുതിയ കാര്യങ്ങൾ ഇറക്കും. പക്ഷേ എനിക്ക് എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ഉണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. ഓക്കെ, നിങ്ങൾക്കതുകൊണ്ട് ഗുണമേ ഉണ്ടാകത്തുള്ളൂ. കാരണം നിങ്ങളുടെ കുടുംബം നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിച്ചേ നടക്കത്തുള്ളൂ. നിങ്ങൾ അധ്വാനിച്ചാലേ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ ആ ഫ്യൂച്ചർ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ആദ്യം പഠിക്കണം. ദൈവത്തെ ഓർത്ത് നിങ്ങൾ പണം കൊണ്ട് കളയാൻ നിൽക്കരുത്. ബൈനറി പഠിക്കാതെ ഒരിക്കലും പണം കൊണ്ട് കളയാൻ നിൽക്കരുത്. ബൈനറി പഠിച്ച് നിങ്ങൾ പണം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്തോ. നിങ്ങൾക്ക് ഡെയിലി അതിനകത്തുനിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും പറയുന്നത് വലുതായിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പം ഇനി മുതൽ ഇപ്പം നമ്മുടെ ഇനി ക്രാഷ് കോഴ്സ് ഇറങ്ങാൻ പോവാണ്. അപ്പം നമ്മളപ്പം എല്ലാ കാര്യങ്ങളും ഡ്രോയിങ്ങിൻ്റെ കാര്യങ്ങളും ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതും എല്ലാ കാര്യങ്ങളും നമ്മളതിനകത്തെല്ലാം പഠിപ്പിച്ചു തരുന്നതായിരിക്കും നിങ്ങളെ. ഇപ്പം ഞാനത് ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെന്ന് നോക്കട്ടെ. ഒരു തിക്നെസ്സൊക്കെ കൂട്ടി നോക്കാം സംഭവം. ട്രെൻഡ് ലൈൻ ഇപ്പോൾ നമ്മൾ ലൈവ് മാർക്കറ്റിലൊക്കെ കാണുന്ന പോലെ കണ്ടില്ലേ സംഭവം. ആ ചാർട്ടിൻ്റെ പാറ്റേൺ കണ്ടുണ്ടോ? ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നോക്കിയെന്ന് മാത്രമാണ്. ഇത് ചിലപ്പോൾ ഇത് OTCക്കകത്തൊക്കെ സംടൈം ഇതൊക്കെ വർക്കാവും, സംടൈമൊന്നും വർക്കാവില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നാൽ നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും ഞാൻ